ഈ ആഴ്ചയിൽ നമ്മുടെ കനേഡിയൻ വാർത്തകൾ നാട്ടിൽ നിന്ന് തന്നെയാവാം. കേരളത്തിലാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ഇപ്പോൾ ഒരാഴ്ചയായി വന്നിട്ട് അതിൻ്റെ പല വീഡിയോസും ചെറുതാക്കിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇടയ്ക്ക് സമയം പോലെ ഇടാം. നമ്മുടെ പ്രധാന അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് വരാം. കാനഡയിൽ നിന്നുള്ള പ്രധാന അപ്ഡേറ്റ്, അതായത് ഇന്ത്യൻ കോൺസുലേറ്റ് പുതിയ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇനിയിപ്പോൾ പല വിസകളും അപ്രൂവ് ആകും. കനേഡിയൻ സിറ്റിസൺസ് ആയിട്ടുള്ള കാനഡയിൽ താമസിക്കുന്നവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പല പല തടസ്സങ്ങളുണ്ടായിരുന്നു. വിസ ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് പുനരാരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പല കാറ്റഗറി അടങ്ങുന്ന വിസകളുടെ ആ സർക്കുലർ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതിൽ എൻട്രി വിസ, പിന്നെ കൺവെൻഷൻ വിസ, ബിസിനസ് വിസകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ടൂറിസ്റ്റ് വിസ എന്നുള്ള കാറ്റഗറി ഇപ്പോൾ വന്നിട്ടില്ല. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് OC കാർഡ് ഉള്ളവർക്ക് നേരിട്ട് വരുന്നതിന് കുഴപ്പമില്ലായിരുന്നു. അതായത് കനഡിയൻ സിറ്റിസണായിട്ടുള്ള മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒക്കെയാണ് അത് തടസ്സമായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് PR-ലാണ്. അത് കാരണം എനിക്ക് യാത്രാ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് വരാനുള്ള കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും ഇനി കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇമിഗ്രേഷൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ചയുള്ളൊരു പ്രഖ്യാപനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നിലവിലുള്ള ഇമിഗ്രേഷൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസേഴ്സ്, അതായത് 41ഓളം പേരാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ പോയിരിക്കുന്നത്. അപ്പോഴേക്കും അതിനുള്ള ഒരു കാലതാമസം നേരിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ജനുവരി ഇൻടേക്ക്, പിന്നെ മുന്നോട്ടുള്ള സെപ്റ്റംബർ ഇൻടേക്ക് ഒക്കെ വരുമ്പോഴേക്കും കുറച്ച് താമസം വരുമെങ്കിലും കാര്യങ്ങൾ സുഗമമാകും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതായത് കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗവൺമെൻറ് വെബ്സൈറ്റുകൾ, ന്യൂസ് മീഡിയകളൊക്കെ നോക്കുക. ഞാനൊരു ഫ്രീലാൻസർ ബ്ലോഗർ മാത്രമാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. നാട്ടിലേക്കുള്ള യാത്രയൊക്കെ സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ എത്തിഹാഡ് എയർലൈൻസിനാണ് ഇവിടെ വന്നത്. ഒരു 10 ദിവസത്തേനേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റഡി വിസ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള സ്റ്റഡി പെർമിറ്റ് കാര്യങ്ങളുള്ള സർവീസുകളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടുള്ള വിസിറ്റൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഫാമിലി വിസിറ്റ് മാത്രമായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നാട്ടിൽ നിന്ന് തന്നെയുള്ള ടീമാണ്. അപ്പോൾ ഓഫീസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ആയിട്ടില്ല. കാനഡയിലുള്ള ഓഫീസാണ് ഇപ്പോൾ പ്രവർത്തിച്ച് വരുന്നത്. നമുക്കിനിയിപ്പം മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോഴേക്കും കാനഡയിലെ വെതറിൻ്റെ കാര്യം ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ ഇടുക്കിയിലാണല്ലോ ഇപ്പം. അപ്പോൾ ഇവിടെ നല്ല വെതറാണ് ഇപ്പോഴത്തെ വെതർ. കേരളത്തിലെ വെതർ, ഇടുക്കിയിലെ വെതർ നോക്കി കഴിയുമ്പോഴേക്കും വളരെ കൂളായിട്ടുള്ള വെതറാണ്. ഇപ്പോൾ ഒരു 20-25 ഒക്കെ ഉള്ളൂ. പിന്നെ അവിടുത്തെ വെതർ കാര്യങ്ങളൊക്കെ ഞാൻ ന്യൂസ് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിലാണ്. ഇപ്പോൾ 15 മുതൽ 18 വരെയൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ തണുപ്പ് കൂടുതലായിട്ട് വരും. അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ക്വിക്ക് ന്യൂസ് അപ്ഡേറ്റ് ആണ്. നമുക്ക് അവിടെ വന്ന ശേഷം പൂർണ്ണമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ആരെങ്കിലുമൊക്കെ പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കനഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ വരിക. പിന്നെ എന്തെങ്കിലും കോൺടാക്റ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ, നാട്ടിൽ നിന്നുള്ള സ്റ്റഡി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കോൺടാക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ ഫോം കൊടുത്തിട്ടുണ്ട്, ഫോം ഫില്ല് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് യാത്രകളിലുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുള്ള വീഡിയോസ് ഉണ്ട്. പിന്നെ നാട്ടിലേക്കൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു, അതിൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.